നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പുതുതായിട്ട് ചെയ്യാൻ ഒരു കാര്യമില്ല, പിന്നെ നമ്മുടെ ലൈഫ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൂപ്പ് ഹോളിനുള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ? എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു വർക്കർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? രാവിലെ നമ്മൾ നേരത്തെ എണീക്കുന്നു, നേരെ നമ്മൾ കുളിച്ചൊരുങ്ങി നേരെ ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ പോയിട്ട് അവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഇതായിരിക്കും നമ്മുടെ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നത്. ഇനിയിപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നേരെ കോളേജിൽ പോകുന്നു, അടുത്ത വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. ഇങ്ങനത്തെ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെ അഗൈൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ. പുതിയതായിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് പേഴ്സണലി ഒരുപാടധികം പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം അതിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് എംപ്റ്റിനെസ്. അതായത് നമുക്കിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ആൾക്കാരുടെ ഇടയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ പല അധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ, അതായത് പുറത്തുനിന്നുള്ളവർ നോക്കുമ്പോൾ ഇവനെ കാണുന്നത് എങ്ങനെയാണ്? ഇവൻ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതായത് നല്ല ശമ്പളം, നല്ലൊരു കമ്പനിയിൽ എബ്രോഡ് പോയിട്ട് സെറ്റിൽ ഡൗൺ ആയിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവൻ്റെ ഒരു ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇവൻ എന്ത് ചെയ്യും? ഇവൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ. അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ലൂപ്പ് ഹോള്, എണീക്കുന്നു, നേരെ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനത്തെ ഒരു ലൂപ്പ് ഹോള് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവരെ ജീവിതത്തിൽ നടക്കുന്നത്. കാരണം നല്ല രീതിക്കുള്ള സ്ട്രെസ് ആയിരിക്കും, നല്ല രീതിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇവനിപ്പം സപ്പോസ് ഇവനിപ്പോൾ എന്തെങ്കിലും ഒരു ഹോളിഡേ കാര്യങ്ങളൊക്കെ കിട്ടി, ലീവ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചോ. ആ ഒരു ലീവ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന് വേറൊരു കാര്യങ്ങളും ചെയ്യാനില്ല. അതായത് ഇവന് എംപ്റ്റി ഫീലിംഗ് ആണ് അന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം എന്ത് ചെയ്യും? ഫോൺ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അന്നത്തെ ആ ഒരു ദിവസം കഴിയും. അപ്പം എന്ത് ചെയ്യും? പിന്നെയും സ്ട്രെസ് ഡൗൺ പിന്നെയും അടുത്ത ദിവസം തൊട്ടിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പം ഇതിനൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി ടൈം കണ്ടെത്താത്തതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഇതിനുള്ളൊരു സൊല്യൂഷൻ ആണ് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ എന്തെങ്കിലും കാര്യം വേണം. അതിനാണ് നമ്മൾ പറയുന്നത് ഹോബി. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു ഹോബി എല്ലാവർക്കും എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ ഗൈസ്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഈ ഒരു ഹോബി എന്ന്. അപ്പൊ ഹോബിനെ പറ്റി പറയുമ്പോൾ പലവരും ധരിച്ചു വയ്ക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഹോബി ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യമാണെന്നൊക്കെയാണ് പലവരുടെ ഒരു ധാരണ. പക്ഷെ ആക്ച്വലി ഹോബി അങ്ങനെയല്ല. ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്യുവർലി എൻജോയ് ചെയ്യുന്ന എന്ത് കാര്യമാണോ അതാണ് ഹോബി എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഉള്ളിൽ തട്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം ഒരു കാര്യം, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഉള്ളിൽ തട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടണം. അതായത് ഒരു പ്ലഷർ കിട്ടണം. അത് എന്തൊക്കെയാവാം? നമുക്ക് കുക്കിംഗ് ആവാം, നല്ല എന്തെങ്കിലും ഡിഷസ് കാര്യങ്ങളൊക്കെ, പുതിയ ഡിഷസ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ അത് നമുക്കൊരു ഹോബിയാക്കി മാറ്റാം. സൈക്ലിംഗ്, അതായത് പുറത്ത് നമുക്ക് നല്ല പ്രകൃതിയുള്ള സൈക്കിൾ ഓട്ടാനും കാര്യങ്ങളൊക്കെ പലർക്കും ഇഷ്ടമാണ്. അങ്ങനത്തെ എന്താ പറയുക, ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ സൈക്കിൾ ഓട്ടിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലർക്കും ഇഷ്ടമാണ്. പിന്നെ ഗാർഡനിങ് ആവാം. ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് വെച്ച് പിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലർക്കും ഇഷ്ടമാണ്. നാച്ചുറൽ ടച്ച് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ പലർക്കും ഈ ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പലധികം ഹോബീസ് ഉണ്ട്. അതായത് ഗിറ്റാർ, പിന്നെ നമ്മളെ ഫ്ലൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഹോബി ഉള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ ഹോബീസ് പലതാണ്. നമുക്ക് പല ഹോബീസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോബീസ് ഉണ്ട്. പിന്നെ ചിലപ്പം കുറെ അധികം പെറ്റ്സ് കാര്യങ്ങളൊക്കെ വളർത്തുന്നത്, അതൊക്കെ ഹോബി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ട്രൂലി നിങ്ങളെ ഹൃദയത്തിൽ തൊട്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന എന്താണോ അതാണ് ഹോബി. അല്ലാതെ ഒരിക്കലും ഒരു ടൈം പാസിനുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ ഹോബീനെ കാണരുത്. അപ്പോഴായിരിക്കും നമുക്ക് അതൊരു ബേർഡനായിട്ട് മാറുക. അതായത് ഒരിക്കലും നമ്മളൊരു റെസ്പോൺസിബിലിറ്റി നമ്മളോട് ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമല്ല ഹോബി എന്ന് പറയുന്നത്. ഹോബി എന്ന് പറയുന്നത് നമ്മളോട് ആരും പറയാതെ നമ്മളെ ഉള്ളിൽ നമ്മൾ ഇഷ്ടം തോന്നിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹോബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോബീനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഹോബി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെരിമെന്റ് ചെയ്യണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് നമ്മുടെ ഹോബി എന്ന്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടത്? അത് എന്താണ് ഹോബി എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഹോബി ഏതാണോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. അതായത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിയാൻ ശ്രമിക്കണം. അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏതൊരു മേഖലയിലാണോ കൂടുതൽ താല്പര്യം നോക്കിയിട്ട് അത് നമുക്ക് ഹോബി ആയിട്ട് നമ്മളെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഗൈസ്, എൻ്റെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാനും ഇതുപോലെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. നമ്മളിപ്പം ലൈക്ക് സൺഡേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലീവ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നു? എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫോണിൽ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ആ ഒരു ടൈം മൊത്തം കളയുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതായത് സ്ക്രോൾ ഡൗൺ കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ്. പിന്നെയാണ് ഞാൻ ഇതുപോലെ എൻ്റെ നീറ്റ് റിപ്പീറ്റിന്റെ സമയത്തൊക്കെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ
ആ ഒരു ഫ്രണ്ടിന്റെ അമ്മ ഇതുപോലെ ഗാർഡൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കുറേ അധികം ഇലച്ചെടികൾ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള കുറേ അധികം ചെടികൾ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീട്ടിൽ കണ്ടു. ഓക്കെ, അപ്പൊ അത് എന്നെ കുറച്ചധികം ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഒരു ചെറിയ ചെടി കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പ്ലാന്റ് ചെയ്തപ്പം ആ ഒരു ചെടീന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഒരു ഉള്ളിലൊരു ജോയ്ഫുൾനെസ് കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു ഗാർഡനിങ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഇതുപോലെ അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ, അവർ എന്തെങ്കിലും പുതിയ പുതിയ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചുകൊണ്ടുവന്നിട്ട് വീട്ടിൽ പ്ലാന്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഡെവലപ്പ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഗാർഡനിങ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് നമുക്കൊരു ജോയ്ഫുൾനെസ് ഫീൽ ചെയ്യും, അതായത് നമുക്ക് സ്ട്രെസ് ഫ്രീ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ചെയ്യുമ്പോൾ. അതായത് നമുക്ക് ത്രൂ ഔട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, സൺഡേസും സാറ്റർഡേസും ഒക്കെ നല്ല രീതിക്ക് അതിന് മെയിൻറ്റെയിൻ ചെയ്യും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വാട്ടർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അത് വളർന്നു വരുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു സന്തോഷ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ ഒരു ഹോബി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് പിന്നെ സൈക്ലിംഗ് ഉണ്ട്, ഞാൻ സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹോബീസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഹോബി വേണമെന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അതിന് ഫസ്റ്റ് ആൻഡ് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് റിലീഫാണ്. അതായത് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് റിലീഫാണ് ഇതിലൂടെ കിട്ടാൻ പോകുന്ന. ഏതൊരു ഹോബി ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടുകയാണ് നിങ്ങളുടെ വർക്കിന്ന്, അല്ലെങ്കിൽ ഡെഡ് ലൈൻസ്, നിങ്ങളുടെ ബോസിന്റെ ചീത്തവിളി, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നൊക്കെ നിങ്ങൾക്ക് മാറി നിന്നിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ് ഈ ഒരു ഹോബി നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് എത്ര കുറച്ചായിക്കോട്ടെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പം ദിവസം ഒരു 30 മിനിറ്റ്, ഒരു മണിക്കൂർ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിക്കുള്ള ചേഞ്ച് ആയിരിക്കും വരുത്താൻ പോകുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ പറയാൻ കാരണം സ്റ്റഡീസ് തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ള ഹോബീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കുറവായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോയ്ഫുൾ ഫീലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ മൂന്നാമതായിട്ട് റീഡിസ്കവറിങ് യുവർ സെൽഫ്. അതായത് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയും. നമ്മൾ പലപ്പോഴും നമ്മൾ എന്തായിരിക്കും, ഒരു എംപ്ലോയി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിരിക്കും. ഇതന്നെയായിരിക്കും നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിലും നമ്മളെ എപ്പോഴും, അല്ലെ? അല്ലെങ്കിൽ നമ്മളൊരു മകന്റെ കടമകൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് റെസ്പോൺസിബിലിറ്റീസിൽ നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് കിടക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഹോബീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ പാട്ടാണെങ്കിൽ പാട്ട്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, നമ്മൾ ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കുക. അതായത് നമ്മൾ ആരാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു അവസ്ഥയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഹോബീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നാലാമതായിട്ട് അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ചില ഹോബീസൊക്കെ നമ്മൾ യൂണീക്ക് ആയിട്ടുള്ള പല ഹോബീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉപകാരം ചെയ്യും. അതായത് ചിലപ്പോൾ നമ്മളെ ഇൻകം സ്ട്രീമായിട്ട് തന്നെ നമ്മുടെ ഹോബീസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഹോബി എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയതായിരിക്കും, നമ്മുടെ സിംഗിങ് ആയിരിക്കാം, ഡാൻസിങ് ആയിരിക്കാം. പക്ഷെ അറ്റ് ദ ലാസ്റ്റ് നമ്മൾ പഠിച്ച കാര്യത്തിനൊന്നും ആയിരിക്കില്ല നമുക്ക് ജോബ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഹോബിയിലൂടെ നമുക്ക് ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ വലിയ എന്തെങ്കിലും ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഡാൻസറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഭാവിയിൽ ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇതിലൂടെ കിട്ടാൻ പോകും. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, റൗളിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹാരി പോട്ടർ എഴുതിയ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറായിരുന്നു. ടീച്ചറായിരിക്കെ തന്നെ അവർ ജസ്റ്റ് അവരൊരു ഹോബിമാരി എഴുതിയിട്ടുള്ളൊരു കഥാപുസ്തകമാണ് ഈ ഹാരി പോട്ടർ എന്ന് പറയുന്നത്. അതാണ് പിന്നെ കുറേ അധികം സീരീസ് ആയിട്ട് പിന്നെ സിനിമയായിട്ടൊക്കെ മാറിയിട്ട് നല്ല രീതിക്കൊരു എന്താ പറയുക, അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് പലപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാതെ കുറേ അധികം അവസരങ്ങൾ നമ്മുടെ ഹോബീസ് നമുക്ക് തരും. അപ്പൊ ഇനി ഹോബീസ് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു ഹോബിയും ഇല്ല, നമുക്ക് ഒരു കാര്യം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ എന്ത് ചെയ്യും, ഡേ ബൈ ഡേ നിങ്ങൾ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ ട്രാപ്ഡ് ആയിരിക്കും. ആ ഒരു ട്രാപ്പിലായിരിക്കും നിങ്ങളുടെ ലൈഫ് മുഴുവൻ. അതായത് നിങ്ങൾ ജനിച്ചത് തൊട്ട് നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ അധികം പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾക്ക് ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും, ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്യും. അത് പിന്നെ എങ്ങോട്ട് പോകുമെന്ന് ഞാൻ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പലധികം പ്രോബ്ലംസിലേക്ക് അത് നിങ്ങളെ വഴി നയിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോബിയിൽ നിങ്ങൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇനി ചിലരൊക്കെ പറയുന്നുണ്ടാവും എനിക്കൊരു ഹോബിയും ഇല്ല, എനിക്ക് എങ്ങനെയാണ് ഹോബി കണ്ടെത്തേണ്ടത് അറിയില്ല. അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ നിങ്ങളെ ഹാപ്പി ആക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. കുറച്ച് വർഷം ബാക്കിലോട്ട് പോയിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഹോബി ഏതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം
നിങ്ങൾക്ക് ഓരോ വീക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ വീക്കും എന്തെങ്കിലും പുതിയതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ലൈക്ക് നിങ്ങൾ ഡേ ബൈ ഡേ, അതായത് ഓരോ വീക്കിലും നിങ്ങൾ അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഏതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല എന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് ഹോബി ആയിട്ട് സ്വീകരിക്കാം. പിന്നെ ഹോബി നിങ്ങൾ പറയുന്ന കാര്യം ഒരിക്കലും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, ആദ്യം പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യും, ചെയ്യാണ് അത് പെർഫെക്റ്റ് ആകുന്നത്. ഓക്കെ, അപ്പം ഒരു കാര്യം ഫ്ലോപ്പ് അയച്ചിട്ട് അത് അപ്പാടെ അങ്ങോട്ട് കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് ട്രൈ ഡൗൺ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഹോബി എന്ന് പറയുന്നത് അറ്റ് ദ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഹോബി എപ്പോഴും ഹോബി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്യുമ്പോൾ ടൈം പോണത് പോലും നിങ്ങൾ അറിയാൻ പാടില്ല. അതാണ് ഒരു ഹോബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം പോണത് പോലും അറിയുന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഹോബി. ഓക്കെ, അപ്പൊ അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹോബി കണ്ടെത്തുക. അപ്പൊ ഗൈസ്, ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ഓഫ് ചെയ്ത് എക്സാമോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ചെയ്തിട്ടുള്ള ഓരോ വർക്കും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ്, ചെറിയ ചെറിയ ഹോബീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു 10 വർഷം കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക. നല്ല നല്ല ഓർമ്മകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഹോബീസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അറ്റ് ദ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനിയിപ്പം ഇത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പിലുള്ള ഹോബീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഹോബീസ് എന്തൊക്കെയാണോ അത് നിങ്ങൾ ഹോബീസ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹോബീസ് കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിന് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.